അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വെറുതെ മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. തൊട്ടേയില്ല ഞാൻ, മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വെറുതെ മറന്നു എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാനിൽ നിറം എടാ, നീ മറക്കാതെ പാടിയല്ലോ. ചോദിക്കാം. ഓ സായി ചേച്ചി. ശ്രീഹരി, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാടിയത് കേട്ടോ. ശ്രീഹരി പാടുമ്പം എനിക്ക് ഫീൽ ചെയ്തത് ദ ഹോൾ സ്റ്റുഡിയോ വാസ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. അങ്ങനെയായിരുന്നു. അതൊരു സിംഗറിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കഴിവാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ഹോൾ അറ്റൻഷൻ, ഹോൾ എനർജീനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് പറയുന്നത്. ഭയങ്കര ഇൻവോൾവ്മെൻറ്റോട് കൂടി പാടിയിട്ടുണ്ട് ഹരി. എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ച് ലോ ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ചും കൂടി പിച്ച് കൂട്ടിയിട്ട് പാടായിരുന്നു എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു എന്താണോ ഈ ഒരു സോങ് കൊണ്ട് ഇതിൻ്റെ ക്രിയേറ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് തീർച്ചയായിട്ടും എം ജെ ചന്ദ്രൻ സാറിൻ്റെ കോമ്പോസിഷനാണ്. അത് തീർച്ചയായിട്ടും ആ ഇമോഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാം, എനിക്ക് ഈ ചെറിയൊരു ചുമണ്ടായിരുന്നു, അലർജിന്റെ. അപ്പോഴാണ് ശ്രുതി കുറച്ചേ. ഹരിനെ ഞാൻ നേരത്തെ മറ്റേ ഇതെടുക്കുന്ന സമയത്തെ മുപ്പര തൃശ്ശൂർ ഭാഷ ഭയങ്കര രസമുണ്ട്. പാടിയിട്ട് പെട്ടെന്ന് ഇച്ചിരി കൂടി വളർന്നരോ, ഭയങ്കര രസമായിരുന്നു. ചിരി അല്ല, സോറി, സ്ട്രെയിൻ ഉള്ളതല്ലേ ആണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ, അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ശ്രീഹരി, എന്തോ എടാ നീ അടിപൊളി സിംഗർ കേട്ടോ.
താങ്ക് യു സാർ. ഭയങ്കര രസമുണ്ട് മോനെ. ജസ്റ്റ് പല്ലവി മാത്രം, ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ ഒന്ന് പാടുക. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. വെരി നൈസ്. താങ്ക് യു സാർ. നല്ല ശബ്ദം ശ്രീഹരി. ഇത് നേരത്തെ പാടിയപ്പോഴും പല്ലവിയില് മറ്റേ എന്താ പുഴ, ഇപ്പോഴൊരു പുഴയിലൊരു ചെറിയൊരു പുഴയിൽ ഒരു പുഴയാം നിന്നെ ഞാൻ. അങ്ങനെയാണോ? ആ നോട്ടുണ്ടോ? ആ നോട്ട് ഇല്ലെന്ന് തോന്നുന്നു. അതായത് ആകെ ഡിഫറെന്റ് മാതിരി ഫീൽ. പുഴയാം നിന്നെ, അതൊന്ന് പഠിക്കും മോനെ. പുഴയാം നിന്നെ ഞാൻ, നിന്നെ ഞാൻ. അല്ല അത് മോനെ, അത് മാറ്റണം കേട്ടോ. അതങ്ങനെ അല്ല സംഗതി. ആ ഒരു പിന്നെ ഫ്രെയിമിൽ വരുന്ന ഒരു നോട്ടല്ല അത്. എനിവേസ്, എനിക്ക് അവിടെ ആദ്യം പാടിയപ്പോൾ ആ പല്ലവിയിൽ ഒരു സ്ലിപ്പ് ഫീൽ ചെയ്തു. ഇപ്പോഴും ചെറിയ എന്തോ ഒന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. മോൻ്റെ വോയിസിൽ ചെറിയൊരു സ്ട്രെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അസലായിട്ട് പാടിയിട്ടുണ്ട്. പാട്ടൊക്കെ ഗംഭീരമാണ്. പക്ഷെ എവിടെയോ ഈ ഹൈ പോകുമ്പോൾ കുറച്ചൊരു സ്ട്രെയിൻ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചൊരു സ്ക്രാച്ചി ടോൺ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആക്ച്വലി സായ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് തോന്നിയത്. കുറച്ചുകൂടെ ഒന്ന് ലോ ആക്കിയിട്ട് നോക്കാം. കാരണം ഹൈയിൽ സ്ട്രെയിൻ പിന്നെ അതേ വരുന്നത് എന്താ അന്നും എന്നും തൊട്ടേ അത് അങ്ങ് അണ്ഡകടാഹത്തിൽ കിടക്കുക ബേസ്. അതുകൊണ്ട് ആ ഒരു കറക്റ്റ് ഒരു മൂപ്പറൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് റേഞ്ചിലാണ് ശ്രീഹരി പാടിയത്. അല്ല പക്ഷെ ലോ നോട്ട്സ് ആണെങ്കിൽ ഓഡിബിൾ ആയിരുന്നു. അല്ല പിന്നെ അല്ല, എല്ലാ നോട്ട്സും ക്ലാരിറ്റി ഗംഭീരമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ പിച്ച് ഔട്ട് വരെ ക്ലാരിറ്റിയിൽ കിട്ടിയത്. നല്ല ശബ്ദം ശ്രീഹരി, നല്ല ഭയങ്കര ക്ലാരിറ്റി കേട്ടോ. അടുത്ത് പഠിച്ചോ ആ ഠാക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ മോനെ. ബാക്കി ത്രോട്ടൊക്കെ കെയർഫുൾ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പാട്ട് ഹരിച്ചേട്ടാ മോനെ, നൈസ് പെർഫോമൻസ്, നന്നായിട്ട് പാടി കേട്ടോ. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. എം ജയചന്ദ്രൻ ചേട്ടൻ്റെ നല്ലൊരു പാട്ടായിരുന്നു. ഗിരീഷ് ചേട്ടൻ എഴുതി ദാസേട്ടൻ പാടിയ പാട്ട്. ആ ഫീല് നല്ല എന്താ പറയുക, നല്ല ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. പാടുമ്പോൾ എല്ലാവരും സെറ്റിൽ മോൻ്റെ ആ വോയിസ് മാത്രമായിരുന്നു. അത് ഭയങ്കര ഒരു ഓറ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. അതെല്ലാവരും അതിൽ ഇൻവോൾവ് ആയി. എനിക്ക് ആകെ തോന്നിയത് കുറച്ച് സ്ട്രെയിൻ, അത് മേ ബി ഒരു ഓവർ പ്രാക്ടീസിൻ്റെ എല്ലാം. താഴെ പാടുമ്പോഴും മേളിൽ പാടുമ്പോഴൊക്കെ ഒരു കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ എനിക്ക് പുഴയാൽ നിന്നെ എനിക്കത് ഫ്രേസ് എനിക്ക് സെറ്റായില്ല പാടിയത്. ബാക്കിയൊക്കെ രസമായിരുന്നു, നല്ല പഠിച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു വേർഡ് എന്താണ് പാടിയിരിക്കുന്നതെന്നൊന്ന് റെഫർ ചെയ്യണം ആൻഡ് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ആ നോട്ട് പർട്ടിക്കുലർ ബാക്കി ഒരു സ്ഥലത്തും ആ പാട്ടിൽ വരുന്നില്ല. അതാണോ അതോ താന്നാണോ? അതാണ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അതൊന്ന് റെഫർ ചെയ്താൽ മതി, റെഫർ ചെയ്യണം കേട്ടോ. ഒന്ന് കേട്ടാ മതി. ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെയാണ്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ വോയിസ് ആൻഡ് പ്രിപ്പയർ വെൽ. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ശ്രീഹരി. അപ്പോ അടുത്ത തവണ അടിപൊളിയായിട്ടൊക്കെ പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.